വന്നൂടെ? 2 ഉണ്ടക്കണ്ണുണ്ടല്ലോ. എന്നിട്ട് മറ്റുള്ളവരെ തട്ടിയിടാൻ വേണ്ടിയിട്ട് ഓരോന്നൊക്കെ രാവിലെ തന്നെ ഇറങ്ങിക്കോളും കുറ്റിയും പറിച്ച്. ഒന്നാമത് ലേറ്റ് ആവുകയും ചെയ്തു. പുല്ല്. അത് ശരി, ഇങ്ങോട്ട് വന്ന് എന്നെ തട്ടിയിട്ടിട്ട് നിന്റെ മത്തങ്ങ ഈ പേര് ഞാൻ ഇയാളെ ഞാൻ എവിടെയോ ഇയാളെന്തൊന്നും മിണ്ടാണ്ടിരിക്കുന്നേ? കരയുന്നോ? ഡോ അതെ, ഞാൻ പറഞ്ഞത് വെച്ചിട്ടാണെങ്കിൽ താൻ വിഷമിക്കണ്ട. എൻ്റെ ഭാഗത്താ തെറ്റ്, ഞാനാ തട്ടിയത്. സോറി ഡോ. അതെ, ഞാൻ പറയുന്നത് വല്ലതും താൻ കേൾക്കുന്നുണ്ടോ? ഈശ്വര, നിന്ന നിപ്പി തട്ടിപ്പോയോ? എന്നാലും ഞാൻ ഇയാളെ ഇതിനു മുന്നേ എവിടെയോ വെച്ച് കണ്ട പോലെ. ഒരു പിടിയും കിട്ടുന്നില്ലല്ലോ ഭഗവാനെ. ആർക്കറിയാം. സമയം ഒരുപാടായി. അതെ ഡോ. ഓ, ഇങ്ങേരിതെന്ത് പല സ്വപ്നവും കണ്ടോണ്ട് നിൽക്കുകയാണോ? ഇങ്ങേരടുത്ത് സംസാരിക്കുമ്പോ എന്നെ വേണം പറയാൻ. മരമാക്രി. ഞാൻ ഇത്രയും പറഞ്ഞിട്ട് വല്ല അനക്കം ഉണ്ടോന്നൊക്കെ ഇങ്ങേർക്ക്. ഞാൻ പോവാ. ഇനി വല്ല ലൂസങ്ങാണാണോ ആവോ? കണ്ടാ പറയത്തില്ല. അത് പപ്പ പിന്നെ ലച്ചു എവിടെ പോയോ? എന്നാലും അത് ആരായിരിക്കും? കാണാൻ എൻ്റെ ലച്ചുവിനെ പോലെ തന്നെ ഉണ്ട്. ഇത്രക്കൊക്കെ സാമ്യം വരുമോ? ആരാതെങ്കിലും ഒന്ന് ചോദിക്കായിരുന്നു. ഇതിപ്പോ എങ്ങോട്ടേക്കായിരിക്കും പോയിട്ടുണ്ടാവുക? പോവാം, വാ. ഏട്ടാ, അപ്പൂസേ, ആന്റിയുടെ മോൻ വന്നോ? വാ. അത് ശരി. അപ്പൊ നിനക്ക് ഈ ആന്റിയെ കാണണ്ടേ? കുഞ്ഞിയെ മാത്രം കണ്ടാ മതിയോ? കാണണം, പക്ഷെ എനിക്ക് എന്റെ കുഞ്ഞിയെ ആദ്യം കാണണ്ടേ. ഞാനേ എന്റെ കുഞ്ഞിയെ കാണാൻ വന്നതാ. കുഞ്ഞി എന്തിയേ? ഇവൻ ഒരു മാറ്റം ഇല്ലല്ലോ ഏട്ടാ. ഏട്ടാ, ഏട്ടനെന്തോ ആലോചിച്ച് നിൽക്കുന്നേ? ആലോചിക്കാനോ? എന്ത്? നിനക്ക് തോന്നിയതാവും. അല്ല, കുഞ്ഞെന്തിയേ? അവനെയും കണ്ടില്ലല്ലോ. അവളവിടെ കിടന്ന് കളിക്കുന്നുണ്ട് ഏട്ടാ. പിന്നെ ഹർഷേട്ടൻ കുളിക്കുവാ. അപ്പൂസേ, പപ്പയ്ക്ക് എന്താ പറ്റിയേ? അപ്പൂസിക്ക് അറിയത്തില്ല. ഞങ്ങളെ ചോക്ലേറ്റ്സ് വാങ്ങിച്ചിട്ട് വന്നപ്പോ മുതല് പപ്പ ഒന്നും മിണ്ടുന്നില്ല. അപ്പൂസി ആണെങ്കിൽ കുറെ വട്ടം ചോദിച്ചതാ പപ്പ എടുത്ത്, പക്ഷെ പപ്പ ഒന്നും പറയുന്നില്ല. ആന്റി ആണോ? ആന്റി കുഞ്ഞി എന്തിന്ന് പറ. വാ, കുഞ്ഞിയെ കാണിച്ചാ.
വാ. I need help, it's so cold outside and I'm going through hell. I don't feel alive, sometimes I can't tell. Cause every day I try, but I think I need help. Maybe if I fight, one day I'll be well. Want someone by my side, but I'm stuck in my shell. Want someone to rely on, but everyone's selfish, helpless, വന്നു damn jealous. ഡാ വരുണേ. പറ, എന്താ കാര്യം? എന്ത് കാര്യം? ഡാ നീ കളിക്കാണ്ട് കാര്യം പറഞ്ഞേ. ആ തലയിലിട്ട് പുകച്ചു കൂട്ടുന്നത് എന്തുവാ? ഡാ അത് പിന്നെ പറ. ലച്ചു ലച്ചു ഞാനിന്ന് അവളെ കണ്ടടാ. എന്ന്? ആ ലച്ചുനെ പോലെ തന്നെ. എന്തൊക്കെ ഭ്രാന്താ വരണേ നീ വിളിച്ച് പറയുന്നേ? വർഷങ്ങൾക്ക് മുമ്പ് നമ്മളെ വിട്ടുപോയ നമ്മുടെ ലച്ചുവിനെ നീ ഇന്ന് കണ്ടെന്നോ? ലച്ചു അല്ലടാ, അവളെ പോലെ തന്നെ. ഡാ അതെല്ലാം നിന്റെ വെറും തോന്നല് മാത്രമായിരിക്കും. അല്ലടാ, എന്റെ വെറും തോന്നലല്ല. ഞാൻ ശരിക്കും അവളെ കണ്ടതാടാ. എന്റെ ലച്ചുവിനെ പോലെ തന്നെ. ഡാ അരുണേ, പിന്നെ ഞാൻ നോട്ട് ചെയ്തൊരു കാര്യമുണ്ട്. നമ്മുടെ ലച്ചുവിൻ്റെ കവിളിലുണ്ടായിരുന്ന മുറിപ്പാടില്ലേ, അതും ഈ കുട്ടിക്കൊണ്ട്. പിന്നെ ചുണ്ടിനടിയില കറുത്ത മറുക്, എല്ലാം ഒരുപോലെ. എത്രയൊക്കെ സാമ്യമുണ്ടെന്ന് പറഞ്ഞാലും ഇതെല്ലാം ഇങ്ങനെ ഒരേപോലെ വരുവോടാ? വരുണേ, നീ ആദ്യം ഒന്ന് സമാധാനപ്പെട്. ഇങ്ങനെ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ ചിന്തിച്ചു കൂട്ടാൻ നിൽക്കണ്ടടാ. പിന്നെ നീ പഴയ പോലെ പ്ലീസ് ഡാ, അത് നിന്റെ വെറും തെറ്റിദ്ധാരണയായിരിക്കും. ഒന്ന് സമാധാനപ്പെടു നീ ഡാ. ഇനി ഒരു പക്ഷെ അത് ശരിക്കും എൻ്റെ ലച്ചു ആണെങ്കിലോ? എന്തൊക്കെയാടാ നീ വിളിച്ച് പറയുന്നേ? നിനക്ക് തന്നെ അറിയാവുന്ന കാര്യല്ലേ നമ്മുടെ ലച്ചു ഇപ്പം നമ്മുടെ കൂടെ ഇല്ലെന്ന്. പിന്നെ എന്താടാ? അല്ലടാ, എവിടൊക്കെയോ എനിക്ക് വീണ്ടും ഒരു പ്രതീക്ഷ. ഡാ പ്ലീസ്, ഞാൻ നിന്റെ അടുത്ത് പിന്നെയും പറയാ. നീ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ ഇങ്ങനെ ചിന്തിച്ചു കൂട്ടി. ഡാ ഇനിയും എനിക്ക് നിന്നെ നഷ്ടപ്പെടുത്താൻ വയ്യ വരുണേ. പ്ലീസ് ഡാ, ഇപ്പൊ നിന്റെ കൂടെ അപ്പൂസിയുണ്ട്. നീ അതെങ്കിലും ഒന്ന് ഓർക്ക്. അവളെ കുറിച്ച് ഇങ്ങനെ ആലോചിച്ച് ചിന്തിച്ച് അവസാനം നിനക്ക് നിന്നെ തന്നെ നഷ്ടപ്പെടും വരുണേ. അല്ലെങ്കിൽ തന്നെ അത് നമ്മുടെ ലച്ചു ആയിരുന്നെങ്കിൽ അവള് നിന്റെ അടുത്ത് ഇങ്ങനെ, അവള് നിന്നെ, ഞാനിപ്പോ എന്താ പറയണ്ടേ? ശരിയാ നീ പറഞ്ഞത്. അവൾ എന്നെ ലച്ചു ആയിരുന്നെങ്കിൽ ഇങ്ങനെ ഒന്നും മിണ്ടാണ്ട് പോകത്തില്ലായിരുന്നു. ഇപ്പൊ എൻ്റെ ലച്ചു എൻ്റെ കൂടെ ഇല്ലെന്നുള്ളതാ സത്യം. അത് ഞാനും ഉൾക്കൊണ്ട് കഴിഞ്ഞു. അതുകൊണ്ട് അത് അവളെപ്പോലെ ആരോ ഒരാൾ, അത്രമാത്രം. നീയും അത് വിട്ടേരെ. ആ കുട്ടീനെ കണ്ട ഷോക്കിൽ ഞാൻ എന്തൊക്കെയോ വെറുതെ ചിന്തിച്ച്. അരുണേ, ഏട്ടൻ എന്തേ ഹർഷേട്ടാ? അവൻ റൂമിലുണ്ട്. റൂമിലോ? അവിടെ എന്തെടുക്കുക? എന്തായാലും ഞാൻ ഈ കോഫി കൊണ്ട് കൊടുത്തിട്ട് വരാം. അവൻ കിടക്കുവാടി അവിടെ. ചെറിയ തലവേദന ഉണ്ടെന്ന് പറയുന്നിട്ട്. ഇനിയിപ്പം നീ അങ്ങോട്ട് നിൽക്കണ്ട, അവനൊന്ന് റെസ്റ്റ് എടുക്കട്ടെ. ആണോ? അതെന്താ പെട്ടെന്നൊരു തലവേദന? അല്ല ഹർഷേട്ടാ, ഏട്ടൻ എന്തെങ്കിലും പ്രശ്നമുണ്ടോ? വന്നപ്പോൾ മുതൽ ഞാൻ ശ്രദ്ധിക്കുന്നതാ, ഒരു തെളിച്ചവും ഇല്ല. സാധാരണ ഇവിടെ വരുമ്പം ഭയങ്കര ഹാപ്പി ആയിട്ട് കുഞ്ഞെടുത്തൊക്കെ. പക്ഷെ ഇന്നെന്തോ? അത് പിന്നെ എന്താ ഏട്ടാ?
എന്തെങ്കിലും പ്രശ്നമുണ്ടോ? പ്രശ്നമുണ്ടോയെന്ന് ചോദിച്ചാൽ ഇതുവരെ ഒരു പ്രശ്നവും ഇല്ല. പക്ഷേ ഇനി എന്തേലും പ്രശ്നം ഉണ്ടാവുമെന്നാ എൻ്റെ പേടി. എന്താ ഏട്ടാ, കാര്യം പറ, മനുഷ്യൻ ഇങ്ങനെ ടെൻഷൻ അടിപ്പിക്കാതെ. അത് ഇന്നവൻ ഷോപ്പിൽ വെച്ച് നമ്മുടെ ലച്ചുവിനെ പോലെ ഒരു കുട്ടിയെ കണ്ടെന്ന്. ഏട്ടാ, എനിക്കറിയത്തില്ല വേദ, ഞാൻ എന്താ ഇപ്പൊ ചെയ്യണ്ടേ? നിനക്കറിയാലോ, ഈ കാണുന്ന വരുണിനെ ആക്കിയെടുക്കാൻ ഞാൻ എത്രമാത്രം കഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന്. അവൻ വീണ്ടും പഴയ പോലെ ഒരെത്തും പിടിയും കിട്ടുന്നില്ല. അല്ല, ഇപ്പൊ ഇതെവിടുന്നാ ഇങ്ങനൊരാള്? ആർക്കറിയാം എന്തുവാ ഏതാന്ന്? നിനക്കോർമ്മയില്ലേ, നമ്മുടെ ലച്ചുവിന്റെ മരണസമയത്ത് പോലും അത് അവളല്ലെന്നും പറഞ്ഞ് ഇവൻ എന്തൊക്കെയാ കാണിച്ചു കൂട്ടിയെന്ന്? ഒന്ന് സമാധാനപ്പെടുത്തിയെടുക്കാൻ ഞാൻ പെട്ട പാട് അത് എനിക്ക് മാത്രമേ അറിയൂ. എല്ലാം മറന്ന് അവനൊന്ന് നോർമലായി വന്നതാ. അപ്പൂസിയുടെ കളിയും ചിരിയും അവനെ മാറ്റിയെടുത്തതാ. അപ്പോഴാ പിന്നെയും ഓരോ പ്രശ്നങ്ങൾ. ഇതിൻ്റെ എല്ലാ ഇടയ്ക്കും ഞാനാ പെട്ടുപോകുന്നത്. ഞാൻ ഒന്നുമില്ല, അവളുടെ ചേട്ടനല്ലേ. എനിക്കും ഹർഷേട്ടാ, അല്ല, പിള്ളേരെന്തേ? അപ്പൂസിതോ അവിടെ കുഞ്ഞായിട്ട് കളിക്കുക. അവന് വല്ലതും കഴിക്കാൻ കൊടുത്തോ നീ? ഞാൻ അപ്പോഴേ പറഞ്ഞില്ലേ, ഫസ്റ്റ് ടൈം ആയോണ്ടാ ടീച്ചറിന് ഈ ടെൻഷൻ. ഇപ്പൊ ഓക്കെ ആയില്ലേ? ടീച്ചർ പറഞ്ഞത് ശരിയാ. എന്തായാലും ഇപ്പൊ ഓക്കെ ആയി, കുഴപ്പമൊന്നുമില്ല. ശ്യാം സാറേ, ഇന്നെന്താ ലേറ്റായേ? ഇങ്ങേരോ, ഭഗവാനെ, ഇങ്ങേര് ഇവിടുത്തെ സാറായിരുന്നോ? എന്നോടിതും വേണ്ടിയിരുന്നില്ല. അത് കുറച്ച് പണി ഉണ്ടായിരുന്നു വീട്ടില്, അതാ ലേറ്റായ. ആ ദാ, ഇതാ നമ്മുടെ പുതിയ ടീച്ചർ. ഓ, ഇതാണല്ലേ പുതിയ ടീച്ചർ? അതെ അതെ, ഞാൻ പുതിയ ടീച്ചർ. അല്ല, നിങ്ങൾക്ക് മുന്നേ പരിചയമുണ്ടോ? മുൻപേ പരിചയമൊന്നുമില്ല, പക്ഷേ ഞാൻ ഇന്നലെ ഒന്ന് പരിചയപ്പെട്ടായിരുന്നു. അയ്യേ, ഏത് നേരത്താണോ എനിക്ക്. ആണോ ടീച്ചറെ? അതെന്തായാലും നന്നായി. ചെറുതായിട്ട് ഇന്നലെ ഒന്ന് പരിചയപ്പെട്ടായിരുന്നു. എങ്കിൽ ശരി, എനിക്ക് ക്ലാസ് ഉണ്ട്. എങ്കിൽ പിന്നെ ടീച്ചർ ചെല്ലേ. അതെ, ഇവിടുത്തെ സാറാന്ന് ഞാൻ അറിഞ്ഞില്ല കേട്ടോ. സാരമില്ല ടീച്ചറെ, ഞാനതൊക്കെ ആ മൈൻഡിൽ എടുക്കത്തുള്ളൂ. ആ മൈൻഡിൽ എടുത്തില്ലേലും സീരിയസ് ആക്കിയാലും വലിയ പ്രശ്നമൊന്നുമില്ല. ടീച്ചർ എന്തെങ്കിലും പറഞ്ഞോ? ഇല്ല. അല്ല, പിള്ളേരൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നു ക്ലാസ്സിൽ? ഫസ്റ്റ് ഡേ അല്ലേ? കുഴപ്പമില്ല, ചെറിയ കുറുമ്പുണ്ട് എല്ലാവർക്കും. പിന്നെ 1-2 പേര് ഇന്ന് ആബ്സെന്റ് ആയിരുന്നു. ആ, അത് പറഞ്ഞപ്പോഴാണ് ഞാൻ ഒരു കാര്യം ആലോചിച്ചേ. ടീച്ചർ എന്തായാലും നല്ല പണിയാട്ടോ ഇന്നലെ കാണിച്ചേ. ഞാനോ? ഞാൻ സാറിൻ്റെ അടുത്ത് അങ്ങനെ വെറും തമാശക്ക് പറഞ്ഞതെന്ന് ഞാൻ പറഞ്ഞില്ലേ? അതല്ല ടീച്ചർ, അത് വിട്ടേരെ. പിന്നെ വേറെന്തുവാ? അത് പിന്നെ ശരിക്കും സത്യമായിട്ട് ഞാൻ കേട്ടില്ല ആ കുട്ടി എന്നെ പിന്നാലെ വിളിച്ചിട്ട് വരുന്നത്. ഞാൻ ഫോൺ കോളിലായിരുന്നു, ചിലപ്പോൾ അതായിരിക്കും. അല്ല, എന്നിട്ട് എന്തെങ്കിലും കുഴപ്പമുണ്ടോ?
ടീച്ചർ ഇങ്ങനെ ടെൻഷൻ അടിക്കാനും വേണ്ടിയിട്ട് അവനൊന്നുമില്ല. പിന്നെ ഇന്നലത്തെ സംഭവം അവന് ചെറുതായിട്ടൊന്ന് ഷോക്കായിട്ടുണ്ട്. അതാ ഞാൻ പറഞ്ഞില്ലേ അമ്മയില്ലാത്ത കുട്ടിയാണെന്ന്. അപ്പം അതിൻ്റെ ചെറിയൊരു... എന്താ ഇങ്ങനെ ആലോചിക്കുന്നേ? ഇതിപ്പോൾ ഞാൻ പറഞ്ഞത് അബദ്ധമായോ? ഹേ അതല്ല, എന്നാലും ഞാൻ കാരണം സത്യമായിട്ട് ഞാൻ കേട്ടില്ല. ഇല്ലായിരുന്നെങ്കിൽ ഞാനൊന്ന് തിരിഞ്ഞെങ്കിലും നോക്കിയെന്നെ. സാരമില്ലടോ. അല്ല, തൻ്റെ പേരെന്തുവായിരുന്നു? ഓ സോറി, ഐ ആം മിത്ര. ആ ഓക്കെ, മിത്ര. ഞാൻ പേര് വിളിക്കുന്നതുകൊണ്ട് പ്രശ്നമൊന്നുമില്ലല്ലോ? ഹേ ഇല്ല, സാർ വിളിച്ചോ. അപ്പോൾ മിത്ര, അത് തൻ്റെ ഭാഗത്തു നിന്നൊന്നും മിസ്റ്റേക്ക് അല്ലല്ലോ. പിന്നെ എന്തിനാ താനിങ്ങനെ വിഷമിക്കുന്നത്? അത് വിട്ടേരെ. അവനിപ്പം വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ലെന്ന് പറഞ്ഞില്ലേ? ഓക്കെ, അവൻ വന്നോളും. അല്ല, സാറിൻ്റെ കയ്യിൽ ആ കുട്ടീൻ്റെ കോണ്ടാക്ട് നമ്പർ ഉണ്ടോ? എൻ്റെ കയ്യിലില്ല, ഇവിടുത്തെ രജിസ്റ്ററിലുണ്ട്. വേണമെങ്കിൽ ഞാനത് എടുത്തു തരാം. പിന്നെ താനിങ്ങനെ സാറെന്ന് വിളിച്ചിട്ട് ബുദ്ധിമുട്ടുണ്ടോ? ശ്യാം എന്ന് വിളിച്ചോ? അത് പിന്നെ കുഴപ്പമില്ല, താൻ ശ്യാം എന്ന് വിളിച്ചോ? ഓക്കെ. ആ പിന്നെ വേറൊരു കാര്യം കൂടി, അവൻ തൻ്റെ ക്ലാസ്സിലെ സ്റ്റുഡൻ്റ് ആട്ടോ. എൻ്റെ ക്ലാസ്സിൽ? ആരോ. ആരോൺ? അപ്പോൾ പിന്നെ ഞാനങ്ങോട്ട് പോവാ, എനിക്ക് ക്ലാസ് ഉണ്ട്. തനിക്കിനി 2 പീരീഡ് കഴിഞ്ഞല്ലേ ഉള്ളൂ. പിന്നെ മിത്ര, ഇടയ്ക്കിടയ്ക്ക് ചില ചെറിയ ചെറിയ സത്യങ്ങൾ പറയുന്നുണ്ട്. എനിക്ക് വലിയ പ്രശ്നമൊന്നുമില്ല കേട്ടോ. എന്ത്? അല്ല, ഇന്നലത്തെ പോലെ. നോക്കാം. നോക്കിയാ മതി. സാറാൾ കൊള്ളാലോ. ഈശ്വര, ഇനി പണിയാവോ? അയ്യോ, അങ്ങനാണെ അവൻ എന്നെ കൊല്ലും. ഓയ് ടീച്ചറെ, എന്താ ഒരു മൈൻഡ് ഇല്ലാതിരിക്കുന്നേ? ഇനി പിള്ളേരെ കാണാൻ കാലം വാരി നിലത്തടിച്ചോ നിന്നെ? ഡാ, എന്താ പറ്റിയേ? എന്തേ ജോലിക്ക് പോയിട്ട് ഇഷ്ടായില്ലേ? ഇഷ്ടായില്ലേ വേണ്ട, വിട്ടേരെ. നമുക്ക് വേറെ വല്ലതും നോക്കാം. ഏയ് അതൊന്നും അല്ലടാ, എനിക്ക് ഇഷ്ടായി. പിന്നെ എന്താ? അത് പിന്നെ പറയടാ. നീ എന്താ ഒന്നും മിണ്ടാത്തെ? അല്ല, നിനക്ക് ആ കുട്ടിയുടെ പേരറിയോ? ആരോൺ. ആരോണോ? അവനെന്തെങ്കിലും പറ്റിയോ? വല്ല കുഴപ്പമുണ്ടോ? എന്താടാ നീ എന്താ എൻ്റെ അടുത്ത് ഇങ്ങനൊക്കെ ചോദിക്കുന്നേ? നിനക്കറിയോ ആ കുട്ടീനെ? അല്ല, അത് പിന്നെ അത് എനിക്കെങ്ങനെ അറിയാം? നിന്റെ സ്കൂളിലെ കുട്ടിയല്ലേ? അല്ല, കൊച്ചുകുട്ടിയായോണ്ടാ ഞാൻ ചോദിച്ചത്, എന്തേലും പറ്റിയോന്ന്. ഏയ് ഇല്ല, ഒന്നും പറ്റിയില്ലെന്നാ ശ്യാം സാർ പറഞ്ഞേ. ആണോ? അതെന്തായാലും കാര്യമായി. പിന്നെ കുഴപ്പമൊന്നും ഇല്ലെന്നല്ലേ ശ്യാം സാറ് പറഞ്ഞേ? നീ ആവശ്യമില്ലാത്ത കാര്യങ്ങളൊന്നും മനസ്സിലിട്ട് ഇങ്ങനെ കാട് കയറി ചിന്തിക്കാൻ നിൽക്കണ്ട. അതെല്ലാം വിട്ടെ. എന്തോ അതെൻ്റെ മനസ്സിൽ നിന്ന് അങ്ങോട്ട് പോകുന്നില്ല. ഞാൻ കാരണമെന്നറിഞ്ഞപ്പോൾ എനിക്ക് എന്തോ പോലെ തോന്നുവാടാ. മിത്ര, നീ ഇങ്ങനെ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ കടന്ന് ചിന്തിക്കാൻ നിൽക്കണ്ട. നീ കാരണമാവുന്ന എങ്ങനെ അത്? നീ അറിഞ്ഞില്ലല്ലോ ആ കുട്ടി പിന്നാലെ വന്നത്. പിന്നെന്താ? ഒരു കാര്യം ചെയ്യ്, വാ നമുക്കൊന്ന് പുറത്തോട്ടൊക്കെ പോയിട്ട് വരാം. വേണ്ട, എനിക്ക് നല്ല ഉറക്കം വരുന്നടാ. നീ എൻ്റെ അടുത്ത് ഇരിക്കുമോ? അതിനെന്താ, നീ കിടന്നു, ഞാനിവിടെ തന്നെ കാണും.
കണ്ണേട്ടാ കണ്ണേട്ടാ എന്നെ വിട്ടിട്ട് പോലെ കണ്ണേട്ടാ. മോളെ ഡാ മിത്ര കണ്ണേട്ടാ ഡാ മോളെ മിത്ര കണ്ണേട്ടാ മിത്ര എന്നെ വിട്ടിട്ട് മിത്ര നോക്ക് മിത്ര. ഏട്ടാ ഒന്നുമില്ലടാ. ഏട്ടൻ അടുത്തില്ലേ മോള് വിഷമിക്കണ്ട, ഒന്നുമില്ല. നീ കിടന്നു. ഏട്ടൻ ഇവിടെ തന്നെ ഉണ്ട്. എനിക്ക് നല്ല തലവേദന എടുക്കുക. തലവേദനയോ? മിത്ര നീ മെഡിസിൻ എടുത്തില്ലായിരുന്നോ? അത് ഇല്ല, ഞാൻ മറന്നുപോയി. ഇല്ലേ? ഞാൻ പറഞ്ഞിട്ടില്ലേ മിത്ര നിന്റെ അടുത്ത് ഒരു ദിവസം പോലും അത് സ്കിപ്പ് ചെയ്യാൻ പാടില്ലെന്ന്. താര ഇവളിത് എന്തിനാ നീ ഇപ്പൊ അതിന് താരേച്ചി വിളിക്കുന്നേ? നീ മിണ്ടിപ്പോരുത്. എത്ര പറഞ്ഞാലും നീ കേക്കത്തില്ലല്ലേ. കൊച്ചുകുട്ടിയാണെന്നാണോ നിന്റെ വിചാരം? മിത്ര പിന്നാലെ നടന്ന് താര എന്താ ഏട്ടാ? നിനക്കറിയാവുന്നല്ലേ ഇവളുടെ മരുന്ന് സ്കിപ്പ് ചെയ്യാൻ പാടില്ലാന്ന്. നീ എന്നിട്ട് ഇന്ന് തിരക്കി അവള് കഴിച്ചോ ഇല്ലയോന്ന് നിന്റെ അടുത്തൊന്ന് ശ്രദ്ധിക്കണമെന്ന് ഞാൻ എപ്പോഴും പറയുന്നതല്ലേ. അത് ഞാൻ അവളുടെ അടുത്ത് പറഞ്ഞതാ. അപ്പൊ അവള് കഴിച്ചോളാന്ന് പറഞ്ഞോണ്ടാ ഞാൻ പിന്നെ കഴിച്ചോളാന്ന് പറഞ്ഞോണ്ട് വായി നോക്കി കഥ മര്യാദക്ക് അവൾക്ക് മരുന്നെടുത്ത് കൊടുക്കാൻ നോക്ക്. നീ എന്തുവാടാ ഇത്? ഞാൻ കഴിക്കാത്തതിന് നീ എന്തിനാ പാവം പിടിച്ച താരേച്ചിയുടെ മെക്കിട്ട് കയറുന്നേ? നീ എന്തിനാ ഇത്ര വലിയ സീനാക്കുന്നേ? പാവം, നിനക്കൊക്കെ പറഞ്ഞ മനസ്സിലാവത്തില്ല. ബാക്കിയുള്ളവൻ ആദ്യം കയറി ഓരോന്നൊക്കെ. നീ എന്തിനാണ് ഇങ്ങനെ ആവശ്യമില്ലാണ്ട് ടെൻഷൻ അടിക്കുന്നേ? ഒരു ദിവസം ടാബ്ലറ്റ് എടുത്തില്ലെന്ന് പറഞ്ഞ് ഞാൻ ചത്തൊന്നും പോത്തില്ലല്ലോ. നിന്റെ മട്ടും ഭാവം കണ്ടു കഴിഞ്ഞാൽ എനിക്കെന്ത് മാരകാസ കാണുന്ന. ഇത് ജസ്റ്റ് മൈഗ്രെയിൻ്റെ ടാബ്ലറ്റ് അല്ലേ? അതിന് എന്തിനാ നീ ഇങ്ങനെ? അതിപ്പം അത് എന്തിൻ്റെ ആയാലും എന്താ, മെഡിസിൻ കഴിക്കാൻ തന്നിട്ടുണ്ടെങ്കിൽ അത് കഴിക്കാനുള്ളതാ, അല്ലാണ്ട് ഇങ്ങനെ കാണാൻ വെച്ചേക്കാനല്ല. എന്താ ടാബ്ലറ്റ്? ഇന്നാ കഴിക്ക. വേണ്ടടാ, കഴിക്കും. ദേ കിണങ്ങാണ്ട് മര്യാദക്ക് കഴിക്കാൻ നോക്ക് നീ. ഡാ, ചേച്ചിക്ക് നല്ല വിഷമായെന്നാ തോന്നുന്നേ. നീ എന്തിനാ ആവശ്യമില്ലാണ്ട്? അതൊന്നും സാരമില്ല, അവക്കെന്നെ മനസ്സിലാവും. പിന്നെ നീ ഇതൊന്നും ആലോചിച്ചിരിക്കാണ്ട് കിടന്നുറങ്ങാൻ നോക്ക്. എന്തായാലും ടാബ്ലറ്റ് കഴിച്ച സ്ഥിതിക്ക് ഉറക്കം വന്നോളൂ. അപ്പോൾ ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ് ഡാ. റൂമിൽ കാണാഞ്ഞപ്പോഴേ എനിക്ക് തോന്നി നീ ഇവിടെ വന്ന് നിൽക്കുമായിരിക്കുമെന്ന്. ഡോ, ഞാൻ തന്നോടാ സംസാരിക്കുന്നേ. കരയുന്നോ? എന്റെ പൊന്ന് താര, നിനക്കറിയത്തില്ലേ ഞാൻ അന്നേരത്തെ വിഷമത്തിന്റെയും ദേഷ്യത്തിന്റെയും പുറത്താ. കരയാണ്ടിരിക്കേ. ഇതിനേട്ടൻ്റെ സംസാരം കേട്ടാ തോന്നൂല്ലോ ഞാൻ മനഃപൂർവ്വ. എന്റെ താര, ഞാൻ അങ്ങനൊന്നും ഉദ്ദേശിച്ച് പറഞ്ഞല്ലെന്ന് നിനക്കറിയത്തില്ലേടി. മറ്റാരേക്കാളും നല്ലപോലെ നിനക്കെന്നെ മനസ്സിലാവത്തില്ലേ? എന്നിട്ട് നീ തന്നെ എന്തൊക്കെയാടി വിളിച്ച് പറയുന്നേ? പോട്ടെ, സോറി, എൻ്റെ ഭാഗത്തുനിന്ന് വന്ന മിസ്റ്റേക്കാ. ഞാനങ്ങനെ പറയാൻ പാടില്ലായിരുന്നു. സോറി ഡി. അപ്പൊ ഏട്ടൻ പറഞ്ഞു വരുന്നത് അവള് വീണ്ടും അവളെന്നും ആ പേര്. ഏട്ടാ, അത് അയാൾ തന്നെ ആയിരിക്കുമോ? എനിക്ക് ഒരു ഐഡിയ ഇല്ല താര. പക്ഷെ എൻ്റെ മനസ്സ് പറയുന്നത് അത് പുള്ളി തന്നെ ആയിരിക്കുമെന്നാ. അങ്ങനാണേ
നമുക്ക് ഇനിയും വെച്ച് താമസിപ്പിക്കാണ്ട് അവരോടെങ്കിലും കാര്യങ്ങളൊക്കെ പറഞ്ഞൂടെ? അത് ഞാനും ആലോചിച്ചതാ. പക്ഷെ പറയുമ്പം പലതും പറയേണ്ടി വരില്ലേ? അവളെന്റെ ശരിയാ, പലതും പറയേണ്ടി വരും. പക്ഷെ അവരുടെ ജീവിതത്തിന് വേണ്ടിയും അവരുടെ നല്ലതിന് വേണ്ടിയും അതേട്ടൻ പറഞ്ഞേ പറ്റൂ. അല്ലാണ്ട് ഇനിയും അത് മറച്ചു വെച്ച അവരോട് നമ്മൾ ചെയ്യുന്ന ഏറ്റവും വലിയ ദ്രോഹമായിരിക്കും. നമുക്ക് വിഷമം കാണും, പക്ഷെ സത്യം നമ്മൾ അത് എപ്പോഴായാലും അംഗീകരിച്ചേ പറ്റൂ ഏട്ടാ. എപ്പോഴും അവള് സന്തോഷമായിട്ടിരിക്കണമെന്നല്ലേ ഏട്ടനും ആഗ്രഹിച്ചിട്ടുള്ളത്? അപ്പോ അവളുടെ സന്തോഷം ഏതാന്ന് അവക്ക് പോലും തിരിച്ചറിയാൻ കഴിയുന്നില്ലെങ്കിൽ അത് നമ്മളായിട്ട് വേണ്ട ഏട്ടാ കണ്ടെത്തി കൊടുക്കാൻ. കണ്ണേട്ടാ, കണ്ണേട്ടാ നിക്ക്, ഞാനും വരുന്നു. എനിക്ക് പേടിയാവുന്നു കണ്ണേട്ടാ, പോവല്ലേ? കണ്ണേട്ടാ കാണിക്കല്ലേ, ഞാൻ മിണ്ടത്തില്ല ഇനി. കണ്ണേട്ടാ എന്നെ കൂടി കൂട്ടിട്ട് പോ. ലച്ചു